നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. വ്രതാനുഷ്ഠാനത്തിലൂടെ കൈവരിച്ച വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ഒമാനിലെ വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിലെ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. റമദാൻ 30 പൂർത്തിയാക്കിയാണ് ഒമാനിൽ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചത്. രാജ്യത്തിന് വിവിധയിടങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. മസ്കറ്റ്, സീബ്, നിസ്വ, ഖദറ തുടങ്ങി ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരവും നടന്നു. ഗാല അൽ റുസൈക്കി ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് തൗഫീഖ് മമ്പാട് നേതൃത്വം നൽകി. ലോക മുഴുവൻ ജനതയെയും, പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിതരായ, പീഡിതരായ, ഇവിടുന്ന് നീതിയും ഒക്കെ ലഭിക്കാത്ത വിധത്തിൽ ഇവിടുന്ന് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ജനതയെ ചേർത്ത് പിടിക്കുന്ന ഐക്യപ്പെരുന്നാളും കൂടിയാണ് യഥാർത്ഥത്തിൻ്റെ ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ നാം കേട്ടതുപോലെ നമ്മുടെയൊക്കെ അല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഗസയിലെയും ഫലസ്തീനിലെയും ജനത, അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന ജനത, ആ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ജനത, ബൈത്തുൽ മഖദ്ദിസിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനതയോടുള്ള ഐക്യപ്പെരുന്നാളും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മസ്കറ്റിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിലാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത്. ഭരണാധികാരിക്കൊപ്പം മറ്റ് രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, സൈനിക സുരക്ഷാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിലെ പൗരന്മാർക്കും പ്രവാസികൾക്കും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ആശംസകൾ നേർന്നു. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആശംസകൾ കൈമാറിയും സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുമാണ് വിശ്വാസികൾ ഈദ്ഗാഹുകളിൽ നിന്ന് പിരിഞ്ഞത്. 24 ഒമാൻ. സൗദിയിൽ വാണിജ്യ രജിസ്ട്രി, ട്രേഡ് നെയിം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിക്ക് സൗദി വാണിജ്യ മന്ത്രാലയം അംഗീകാരം നൽകി. ഭേദഗതി ചെയ്ത നിയമം ഏപ്രിൽ 3 മുതൽ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യും. വിദേശ നിക്ഷേപകർക്ക് അനുകൂലമായി നിരവധി മാറ്റങ്ങൾ പുതിയ നിയമത്തിൽ ഉണ്ട്. സൗദി വാണിജ്യമന്ത്രി മാജിദ് അൽ കസബിയാണ് പുതിയ നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്. സൗദിയിൽ ബിസിനസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ, ട്രേഡ് നെയിം എന്നിവയിൽ നിക്ഷേപകർക്ക് അനുകൂലമായ നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സർവീസ്, ട്രേഡിംഗ്, മാനുഫാക്ചറിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിലെ ബിസിനസ്സുകൾക്ക് നേരത്തെ വെവ്വേറെ ലൈസൻസുകൾ ആവശ്യമായിരുന്നു. ഇനി എല്ലാ മേഖലക്കും കൂടി ഒരു ലൈസൻസ്, ഒരു രജിസ്ട്രേഷൻ എന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം. ഒരു ലൈസൻസിനുള്ള ഫീസ് നൽകിയാൽ മതി എന്നത് നിക്ഷേപകർക്ക് ഏറെ ആശ്വാസം നൽകും. വാണിജ്യ രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. സീസണൽ ബിസിനസ് നടത്തുന്നവരെയും തെരുവു കച്ചവടക്കാരെയും വാണിജ്യ രജിസ്ട്രി നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വാണിജ്യ രജിസ്ട്രിയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് 500 മുതൽ 10,000 വരെ റിയാൽ പിഴ ചുമത്തും. വാർഷിക റിപ്പോർട്ട് കൃത്യസമയത്ത് സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുക, CRൽ രേഖപ്പെടുത്താത്ത ബിസിനസ്സിൽ ഏർപ്പെടുക, തെറ്റായ വിവരങ്ങൾ CRൽ ഉൾപ്പെടുത്തുക തുടങ്ങിയവ നിയമലംഘനങ്ങളാണ്. കുടുംബ പേരോ, വ്യക്തിയുടെ പേരോ, സൗദിയിലെ സ്ഥലങ്ങളുടെ പേരോ, സർക്കാർ ഏജൻസിയുടെ പേരിനോട് സാമ്യമുള്ള പേരോ വ്യാപാര നാമമായി ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. പുതിയ ഭേദഗതി സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരാഴ്ചത്തേക്ക് CR ട്രേഡ് മാർക്ക് സേവനങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. ഏപ്രിൽ 3 സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത് പൂർത്തിയാകുന്നതോടെ പുതിയ മാറ്റങ്ങൾ നിക്ഷേപകർക്ക് പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണമംഗലം, 24 ജിദ്ദ. മ്യാൻമാർ ബാങ്കോക്ക് ഭൂചലനത്തിൽ മരണം 1700 കടന്നു. 3000-ലധികം പേർക്ക് പരിക്കേറ്റു. ദുരന്തം തകർത്ത മ്യാൻമാറിനായി ലോകാരോഗ്യ സംഘടന സഹായം അഭ്യർത്ഥിച്ചു. ദുരന്ത മേഖലയിൽ 3-ാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാദൌത്യത്തിനിടെ തുടർചലനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. പ്രഭവ കേന്ദ്രത്തിനടുത്ത മാൻഡലെ നഗരത്തിലാണ് 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ദുരന്തഭൂമിയായ മ്യാൻമറിന് സഹായമെത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. വെള്ളിയാഴ്ച മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിന്റെ ആഘാതം 334 ആണവ ബോംബുകൾ പതിച്ചതിന് തുല്യമാണെന്ന് ഭൗമശാസ്ത്ര വിദഗ്ധർ പറയുന്നു. തുടർചലനങ്ങൾ ഉണ്ടായേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ദുരന്തത്തിനിടയിലും വിമതർക്കെതിരായ സൈനിക നടപടി ഭരണകൂടം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മയുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി 200 അർബുദ രോഗികൾക്ക് ചികിത്സാ സഹായം പ്രഖ്യാപിച്ചു. 20 ലക്ഷം രൂപയുടെ സഹായധനം ഏപ്രിൽ അവസാന വാരം കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കരുനാഗപ്പള്ളി താലൂക്കിലെ നിർധനരായ 200 അർബുദ രോഗികൾക്കാണ് മൈത്രി കാരുണ്യഹസ്തം പദ്ധതി വഴി 10,000 രൂപ വീതം സഹായധനം നൽകുന്നത്. ഏപ്രിൽ അവസാന വാരം കരുനാഗപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കും. മൈത്രി കാരുണ്യഹസ്തം പദ്ധതിയിലേക്കുള്ള അപേക്ഷാ ഫോം ഏപ്രിൽ 2 രാവിലെ 10 മണി മുതൽ ഏപ്രിൽ 7 വരെ കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിന് സമീപത്തെ വൈദ്യുതി ഭവന് എതിർവശത്തുള്ള മൈത്രി ഓഫീസിൽ ലഭ്യമാകും. പൂരിപ്പിച്ച അപേക്ഷാ ഫോം ഏപ്രിൽ 10 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പായി മൈത്രി ഓഫീസിൽ സമർപ്പിക്കണം. 2005 മുതൽ റിയാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കേരളത്തിലുടനീളം 2.5 കോടി രൂപയുടെ സഹായങ്ങൾ ഇതുവരെ നൽകാൻ കഴിഞ്ഞതായും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മൈത്രി രക്ഷാധികാരി ഷിഹാബ് കൊട്ടുകാട്, പ്രസിഡന്റ് റഹ്മാൻ മുൻപത്ത്, ജനറൽ സെക്രട്ടറി നിസാർ പള്ളിക്കശ്ശേരിയിൽ, ജനറൽ കൺവീനറും അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ ഷംനാഥ് കരുനാഗപ്പള്ളി, ചെയർമാൻ ബാലുക്കുട്ടൻ, ജീവകാരുണ്യ കൺവീനർ അബ്ദുൾ മജീദ്, വൈസ് പ്രസിഡന്റുമാരായ നസീർ ഖാൻ, നസീർ ഹനീഫ എന്നിവർ പങ്കെടുത്തു. 24 റിയാദ്. ആഗോള പ്രസ്ഥാനമായ YMCAയുടെ റിയാദ് ചാപ്റ്റർ നിലവിൽ വന്നു. റിയാദിലെ മാലാസിൽ വെച്ച് ചേർന്ന പ്രാരംഭ യോഗത്തിൽ അഡ്ഹോക് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഡേവിഡ് ലൂക്ക് ഭരണസമിതിയെ പ്രഖ്യാപിച്ചു. യോഗത്തിൽ പ്രസിഡന്റായി നിബു വർഗീസിനെയും സെക്രട്ടറിയായി ഡെന്നി കൈപ്പനാനിയെയും ട്രഷററായി അനു ജോർജിനെയും തിരഞ്ഞെടുത്തു. 14-അംഗ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും പ്രഖ്യാപിച്ചു. താമസിക്കുന്ന ഇടങ്ങളിൽ സാമൂഹിക പുരോഗതിക്കായി അണിചേരേണ്ടത് ഓരോ ക്രിസ്ത്യൻ വിശ്വാസിയുടെയും ബാധ്യതയും കടമയുമാണെന്ന് പ്രസിഡന്റ് നിബു വർഗീസ് പറഞ്ഞു. സനിൽ തോമസ്, ഡെന്നി കൈപ്പനാനി, അനു ജോർജ് എന്നിവർ സംസാരിച്ചു. ഫാദർ റോയ് സാം പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വിവാദങ്ങൾക്കിടെ എമ്പുരാൻ 200 കോടി ക്ലബിൽ. ചിത്രത്തിലെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിക്കയറുമ്പോഴാണ് നേട്ടം. നായകൻ മോഹൻലാലും സംവിധായകൻ പൃഥ്വിരാജുമാണ് ഈ വിവരം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. നേരത്തെ 48 മണിക്കൂറിലാണ് ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. അതേസമയം എമ്പുരാന് പിന്തുണയുമായി ഫെഫ്ക രംഗത്തെത്തി. സംവിധായകനും നടനുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ ദൗർഭാഗ്യകരവും പ്രതിഷേധാത്മകവും എന്നായിരുന്നു ഫെഫ്കയുടെ FB പോസ്റ്റ്. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധ യാത്ര ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയുടെ ആദ്യഘട്ട പര്യടനത്തിന് തൃശൂരിൽ പരിസമാപ്തി. 15 ദിവസം കൊണ്ട് 8 ജില്ലകൾ പൂർത്തിയാക്കിയാണ് യാത്രയുടെ ആദ്യഘട്ടം അവസാനിച്ചത്. രണ്ടാം ഘട്ട യാത്ര ഏപ്രിൽ 6 ആരംഭിക്കും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ SKN40 കേരള യാത്ര 15 ദിവസം പൂർത്തിയാക്കുമ്പോൾ 10,000-ങ്ങളാണ് പിന്തുണയുമായി ഒപ്പം ചേർന്നത്. വളരെ സന്തോഷം. നിങ്ങളുടെ സ്വീകരണത്തിന് നന്ദി, നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്രയിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെന്നാണ് ഈ സ്വീകരണം കാണിക്കുന്നത്. എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ലഹരിക്കെതിരെ ഉറച്ച ശബ്ദം. തൃശൂർ കൊരട്ടിയിൽ നിന്ന് ആരംഭിച്ച ഇന്നത്തെ പര്യടനം തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ സമാപിച്ചു. കലാലയങ്ങളും ദേവാലയങ്ങളും കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചു. ലഹരി വേണ്ടേ,
വേണ്ട. ലഹരി വേണ്ടേ? വേണ്ട. ശരിക്കും ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ ഒരു വേദി സാറിനൊപ്പം പങ്കിടാൻ സാധിച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റായിട്ട് തന്നെ ഇത് മാറുകയാണ്. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ നടന്ന സമാപന യോഗത്തിൽ മുൻ MP TN പ്രതാപൻ, CC മുകുന്ദൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങൾ ഈ കളിസ്ഥലങ്ങളെല്ലാം തുറന്നു കൊടുക്കണം. കളിയാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. പുസ്തകം എഴുതുന്നതാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. സാഹിത്യമാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. അധ്യാപകരെ ബഹുമാനിക്കുന്നതാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. വളർത്തു ദോഷം കൊണ്ടും കുട്ടികൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് അവരുടെ ചിന്ത പോകാൻ സാധ്യതയുണ്ട്. എല്ലാ സ്നേഹതീരത്തെത്തിയ ആളുകളുടെയും മനസ്സ് ഈ ഒരു സാമൂഹ്യ പ്രശ്നത്തെ തുറക്കാൻ വേണ്ടി നമ്മളൊരു കേക്ക് മുറിക്കുക. ഏപ്രിൽ 6-ന് കേരള യാത്രയുടെ 2ാം ഘട്ട പര്യടനത്തിന് തുടക്കമാകും. 24 തൃശൂർ. SKN കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24 SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും യാത്രയുടെ പൂർണ്ണരൂപം ലഭ്യമാണ്. കാസർഗോഡ് കുമ്പളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കഞ്ചാവ് കേസിലെ പ്രതിയുടെ കുത്തേറ്റു. ബംബ്രാണം സ്വദേശി അബ്ദുൾ ബാസിദിനെ പിടികൂടുമ്പോഴാണ് എക്സൈസ് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരായ പ്രജിത്ത്, രാജേഷ് എന്നിവർക്ക് കുത്തേറ്റത്. 2024 കാസർഗോഡ് നഗരത്തിൽ വെച്ച് 108 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ 4ാം പ്രതിയാണ് അബ്ദുൾ ബാസിദ്. കേസിൽ പ്രതി ചേർത്തതോടെ ഇയാൾ ഒളിവിൽ പോയി. ഇന്ന് കുമ്പളയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ ബംബ്രാണയിലെ വീട്ടിൽ പ്രതി എത്തിയെന്ന വിവരം എക്സൈസ് നാർക്കോട്ടിക് സംഘത്തിന് ലഭിച്ചു. ഇതോടെയാണ് എക്സൈസ് സംഘം അബ്ദുൾ ബാസിദിന്റെ വീട്ടിലെത്തിയത്. ബംബ്രാണയിലുള്ള ടിയാന്റെ വീട്ടിൽ ടിയാൻ അറസ്റ്റ് ചെയ്യാനായി പോയപ്പോൾ ഈ അബ്ദുൾ ബാസിദ് എന്നയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കമ്പി കൊണ്ട് പ്രജിത്തിന്റെ കഴുത്തിലേക്ക് കുത്തുകയും ആഴത്തിൽ മുറിവേൽക്കുകയും അതുപോലെ ചുണ്ടിന് താഴെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജേഷിന്റെ കൈക്ക് ഇരുമ്പ് തണ്ട് കൊണ്ട് ആക്രമിക്കുകയും കാലിന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ എക്സൈസ് നടത്തിയ പരിശോധനയ്ക്കിടെ അബ്ദുൾ ബാസിദ് അക്രമാസക്തനായി. കമ്പി ഉപയോഗിച്ച് എക്സൈസ് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരായ പ്രജിത്ത് KR, രാജേഷ് P എന്നിവരെ ആക്രമിച്ചു. പ്രജിത്തിന് കഴുത്തിലും രാജേഷിന് കൈക്കുമാണ് പരിക്കേറ്റത്. ഇരുവരെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ കുമ്പള പോലീസ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. 24 കാസർഗോഡ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ചും തലമുണ്ടനം ചെയ്തും പ്രതിഷേധം കടിപ്പിച്ച് ആശമാർ. രാപകൽ സമരത്തിന്റെ 50ാം നാളിലാണ് മുടിമുറിച്ചുള്ള പ്രതിഷേധം. മുറിച്ച മുടി കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ പരിഹാസം. സമരത്തിന്റെ 50ാം ദിനം സമരപ്പന്തലിൽ വൈകാരികത നിറഞ്ഞു നിന്നു. മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിന് തയ്യാറായി 100-ലധികം ആശമാർ. മുറിച്ച മുടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം. പിന്നീട് മാലയായി കോർത്ത് സമരപ്പന്തലിന് മുന്നിൽ തൂക്കി. സമരത്തിന് പിന്തുണയുമായി വൈദികരും സമരവേദിയിലെത്തി മുടിമുറിച്ചു. BJP മുൻ അധ്യക്ഷൻ K സുരേന്ദ്രനും യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ S നായർ ഉൾപ്പെടെയുള്ളവരും സമരപ്പന്തലിലെത്തി. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി വിവിധ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിനിടെ ആശമാരുടെ സമരത്തെ വിമർശിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ V ശിവൻകുട്ടി രംഗത്തെത്തി. ആശമാർ സമരം നടത്തേണ്ടത് ഡൽഹിയിലാണെന്നും മുറിച്ച മുടി അവർക്ക് അയച്ചു കൊടുക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു. മന്ത്രി കുറച്ചുകൂടി സഭ്യമായ ഭാഷയിൽ സംസാരിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസത്തോടുള്ള സമരസമിതിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം.
തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കെ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പ്രഖ്യാപനവുമായി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ്. വൈദ്യുതി, പാചകവാതക ചാർജുകളുടെ 25% പഞ്ചായത്ത് നൽകും എന്നാണ് പ്രഖ്യാപനം. കിഴക്കമ്പലം, ഐക്കരനാട് പഞ്ചായത്തുകളിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ശേഷം നീക്കിയിരിപ്പായി ലഭിച്ച പണമായിരിക്കും പദ്ധതിക്കായി ഉപയോഗിക്കുകയെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത്, ഇത് നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷം കൊണ്ട് വൈദ്യുതി ചാർജ് ഏതാണ്ട് 60% വർദ്ധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പാചകവാതകം 100% വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ന് നിത്യോപക സാധനങ്ങളുടെ വില 100ഉം 150ഉം ഇരട്ടിയായി വർദ്ധിച്ചു. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 പഞ്ചായത്തുകളും ഞങ്ങളൊരു തീരുമാനമെടുത്തു. ജനങ്ങളുടെ ഈ അധിക ബാധ്യത വൈദ്യുതി ചാർജിലും ഇന്ധനത്തിലുമുള്ള ഒരു ഭാഗം പഞ്ചായത്ത് വഹിക്കുക, അവർക്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.